നമസ്കാരം. ഉത്തർപ്രദേശിന്റെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് അജയ് പാൽ ശർമ്മ ബംഗാളിലേക്ക് ഇലക്ഷന്റെ മേൽനോട്ടം വഹിക്കുന്നത് അജയ് പാൽ ശർമ്മയാണ്. അവിടുത്തെ ക്രിമിനലുകളുടെ ആകെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അജയ് പാൽ ശർമ്മ. ഉത്തർപ്രദേശിലെ പോലീസ് സിംഗം എന്ന് അറിയപ്പെട്ടിരുന്ന IPS സിംഗം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആളാണ് അജയ് പാൽ ശർമ്മ. 500 എൻകൗണ്ടറുകളാണ് ഉത്തർപ്രദേശിൽ നടത്തിയത്. അതിൽ 136 സക്സസ് ആണ്. 15ഓളം ഗുണ്ടകളെയാണ് ഉത്തർപ്രദേശിൽ, ഒരു കാലത്ത് ഉത്തർപ്രദേശ് വിറപ്പിച്ചിരുന്ന ഗുണ്ടകളെ അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ അജയ് പാൽ ശർമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. യോഗിയുടെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ അവിടുത്തെ ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് പോലീസ് നടത്തിയ നീക്കങ്ങളുടെ നെടും തൂണായിരുന്നു അജയ് പാൽ ശർമ്മ. ആ അജയ് പാൽ ശർമ്മയാണ് ഇപ്പോൾ ബംഗാളിലെ ഇലക്ഷൻ തൃണമൂൽ ഗുണ്ടകളെ നിയന്ത്രിക്കുവാൻ, തൃണമൂൽ മാഫിയകളെ നിയന്ത്രിക്കുവാനായിട്ട് ബംഗാളിൽ നിയോഗിച്ചിട്ടുള്ളത്. അജയ് പാൽ ശർമ്മ കാലുകുത്തിയുടനെ തന്നെ മമതയുടെ ചങ്കിടിക്കാൻ തുടങ്ങി, ഒപ്പം തൃണമൂൽ ഗുണ്ടകളുടെയും ചങ്കിടിക്കാൻ തുടങ്ങി. മാളത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ബംഗാളിലുടനീളം കാണാൻ കഴിയുന്നത് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട്. അഖിലേഷ് യാദവിനും ഇതേ തരത്തിലുള്ള അഭിപ്രായമാണ്. BJPയെ കണക്കറ്റ വിമർശിച്ചിരിക്കുകയാണ് അഖിലേഷ് യാദവ്. എന്ത് കാര്യമാണ്, എന്ത് അടിസ്ഥാനത്തിലാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ അജയ് പാൽ ശർമ്മയെ ബംഗാളിൽ കൊണ്ടുവന്നത്? അവിടുത്തെ സാധാരണ ജനങ്ങളെ ഇത് ഭീതിപ്പെടുത്തും, MLA സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് അഖിലേഷ് യാദവിൻ്റെ വാദം എന്ന് പറയുന്നത്. പക്ഷേ ഈ വാദത്തിന് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമില്ല. ജഹാംഗീർ ഖാൻ എന്ന് പറയുന്ന ഫാൾട്ടയിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ MLA സ്ഥാനാർത്ഥിയുടെ ഒരു പിൻചരിത്രം പരിശോധിച്ചാൽ 2021 തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഗുണ്ടാ ലിസ്റ്റിൽ, അതായത് ഗുണ്ട എന്ന രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള തൃണമൂലിൻ്റെ നേതാവാണ് ഈ പറയുന്ന ജഹാംഗീർ ഖാൻ. അതായത് സൗത്ത് പരഗണ, 24 സൗത്ത് പരഗണയിലൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾക്ക് ഇയാൾ നേരത്തെയും നേതൃത്വം നൽകിയിട്ടുണ്ട്. ഷെയ്ഖ് ഷാജഹാനെ പോലെ 24 പരഗണയിൽ ആക്രമണങ്ങളും പീഡനങ്ങളുമായിട്ട് നിരവധി നാൾ വാണ നേതാവാണ് ഈ ജഹാംഗീർ ഖാൻ എന്ന് പറയുന്നത്. ഷെയ്ഖ് ഷാജഹാനെ തന്നെ അവിടെ നിന്ന് മാറ്റുന്നതിന്, അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ ഷെയ്ഖ് ഷാജഹാൻ്റെ എതിരെ സാക്ഷി പറഞ്ഞ അച്ഛനെയും മകനെയും വകവരുത്തുവാനും വേണ്ടിയിട്ടുള്ള ശ്രമം തൃണമൂലിൻ്റെ ഭാഗമായിട്ട് തന്നെ നടത്തിക്കൊടുത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ തന്നെ തത്തുമൈ ഈ ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷെയ്ഖ് ഷാജഹാന് വേണ്ടിയിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുകയാണ് തൃണമൂലിൻ്റെ നേതാക്കന്മാർ. എങ്ങനെയെങ്കിലും ഷെയ്ഖ് ഷാജഹാനെ തിരികെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ സാക്ഷി പറയുന്ന ആൾക്കാരെക്കെതിരെ പോലും പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ നേതാക്കന്മാർ തന്നെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ ഉടൻ തന്നെ പുറത്തു വരും. ഷെയ്ഖ് ഷാജഹാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഷെയ്ഖ് ഷാജഹാനെതിരെ സാക്ഷി പറഞ്ഞിട്ടുള്ള, അതിൽ അച്ഛനും മകനെയും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്തു എങ്കിലും അതിൽ മകൻ കൊല്ലപ്പെട്ടു എന്ന് നേരത്തെ തന്നെ പുറത്ത് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് തത്വമൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ആ രീതിയിലാണ് അവിടെ ഗുണ്ടകളെ മമത താലോലിച്ച് വളർത്തുന്നത്, മാഫിയകളെ മമത താലോലിച്ച് വളർത്തുന്നത്. ഈ മാഫിയകളെ വിട്ട് മമതയ്ക്ക് വോട്ട് നൽകാത്ത ആൾക്കാരെ ശിക്ഷിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് നേരത്തെ മമതാ ബാനർജി അള്ളാഹുവിൻ്റെ നാമത്തിൽ പറഞ്ഞത്. അതായത് മമതാ ബാനർജി ഒരു ഇലക്ഷൻ റാലിക്കിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ BJPയെ ബംഗാളിൽ കയറ്റരുത്, BJPയെ ബംഗാളിൽ കയറ്റിയാൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ മാപ്പ് നൽകില്ല. ആ പ്രസംഗം ഹിൻഡ് ചെയ്യുന്നത്, ആ പ്രസംഗം സൂചിപ്പിക്കുന്നത് ഈ ഒരൊറ്റ കാര്യമാണ്. അതായത് നിങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ജിഹാദികൾക്ക് വോട്ട് നൽകിയില്ല എങ്കിൽ നിങ്ങളെ ഞങ്ങൾ കണ്ടുകൊള്ളാം. പക്ഷേ മമതയുടെ ഈ ഭീഷണി വല്ലാത്ത ഒരു ഭീഷണിയായി പോയി. അത് തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ്. ഇനി മമതയുടെ മാഫിയകൾക്ക് അവിടെ തല ഉയർത്തി നിൽക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ബംഗാളിലില്ല. അജയ് പാൽ ശർമ്മ വന്നതോടുകൂടി അത് തകിടം മറിക്കാൻ പോകുകയാണ് NDA. അവിടെ വലിയ ആശ്വാസമാണ് ജനങ്ങൾക്ക് ഇപ്പോൾ. കഴിഞ്ഞ ഇലക്ഷൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതും CAPFൻ്റെയൊക്കെ കേന്ദ്രസേനയുടെയൊക്കെ വളരെ കൃത്യമായ സുരക്ഷയും കീഴിൽ ബംഗാൾ കഴിഞ്ഞതുകൊണ്ടാണ്.
അല്ലെങ്കിൽ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ വോട്ടർമാർക്ക് വോട്ട് ചെയ്യുവാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം അവിടെ എത്തുമ്പോഴത്തേക്കും ഒന്നുകിൽ തൃണമൂലിൻ്റെ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഈ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി മടക്കി അയച്ചതിന് ശേഷം തൃണമൂലിൻ്റെ ആൾക്കാർ പോയി വോട്ട് ചെയ്യും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. അവിടെ കേന്ദ്രസേന വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ജനങ്ങൾക്ക് നിർഭയമായി പോയി വോട്ട് ചെയ്യാം. 91.38% കനത്ത പോളിംഗാണ് ആദ്യത്തെ ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. രണ്ടാം ഘട്ടത്തിന് മുന്നേ തന്നെ മമത ആക്രമണ സംഭവങ്ങൾ തുടങ്ങിവെച്ചു. മമതയുടെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിവെച്ചു. അപ്പോൾ തന്നെ ഇതിനെ കൈ ഓങ്ങി വെച്ചതായിരുന്നു NDA. ഇപ്പോൾ ഇതാ അജയ് പാൽ ശർമ്മ അവിടെ രംഗത്തെത്തിയതോടുകൂടി ഇനി അവിടെ ഒരു കളിയും ഇനി നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് ഇനി ഒരു മാഫിയ പ്രവർത്തനം ബംഗാളിൽ നടത്തിയാൽ അജയ് പാൽ ശർമ്മ എന്തായാലും മമതയെ പൂട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനോടകം തന്നെ ഇലക്ഷൻ റാലിക്കിടെ തന്നെ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ബംഗാളിലെ തൃണമൂൽ ഗുണ്ടകൾക്ക് കീഴടങ്ങാൻ 5 ദിവസം തരുമെന്നുള്ളത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ ഇനി അജയ് പാൽ ശർമ്മ അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുമോ എന്നത് ഇനി അന്വേഷിച്ച് തന്നെ അറിയേണ്ടി വരും. കാരണം ഭീകരവാദികളെ നമുക്ക് ഒരു കാരണവശാലും ബംഗാളിൽ ആവശ്യമില്ല. പശ്ചിമ ബംഗാൾ പോലെ ഒരു സാംസ്കാരിക തലസ്ഥാനത്ത് എന്തിനാണ് ഇത്രയധികം മാഫിയകളുമായിട്ട് മമതാ ബാനർജി ഭരണം നടത്തുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. നേരത്തെ ഈ ഗുണ്ടകളൊക്കെയും CPMൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ CPM അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് പിന്നീട് തൃണമൂൽ ഗുണ്ടകളായിട്ട് ഇവർ പരിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു. CPMൻ്റെ ഒക്കെ സമയത്ത് ജീവനോടെ തന്നെ ആൾക്കാരെ ഉപ്പുചാക്കിലാക്കുന്ന ഒരു കാര്യമൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. അത്തരം സംഭവങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ ഗ്രൗണ്ടിൽ അവിടുത്തെ ആൾക്കാരിൽ നിന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം തൃണമൂലാണ് ആ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ട് ബംഗാളിൽ പ്രവർത്തനം നടത്തിയത്. അത്തരം പ്രവർത്തനങ്ങൾ കൂടി ഇതിനെ അവിടുത്തെ ജനജീവിതത്തെ സാരമായ രീതിയിൽ ബാധിച്ചു. ഒരുപക്ഷെ ഒരു പടി മുന്നിൽ മമതയാണെന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു മമതയുടെ ഗുണ്ടാരാജ് പ്രവർത്തനം. ഉത്തർപ്രദേശ് സർക്കാർ നേതൃത്വത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ യോഗി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അവിടുത്തെ ഗുണ്ടകളെയാണ് ആദ്യം അടിച്ചോടിച്ചതും ജയിലിലാക്കിയതും അവർക്കെതിരെ എൻകൗണ്ടർ നടത്തിയതും. പക്ഷേ മമത വന്നുടനെ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് CPMൻ്റെ ഗുണ്ടകളെ പാട്ടിലാക്കുവാൻ നോക്കുകയായിരുന്നു. പിന്നീട് മമതയാണ് ഈ ഗുണ്ടകളെ കൊണ്ട് നടന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇലക്ഷന് മമതയ്ക്ക് വോട്ട് നൽകിയില്ല എങ്കിൽ ഈ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരിക്കും അതിനുള്ള ഒരു പ്രതിവിധി. ഇത് നേരത്തെ നമ്മുടെ ഒരു മലയാളത്തിലൊരു ചാനൽ അവതാരകൻ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ദാവൂദ് എന്ന് പറയുന്ന മീഡിയ ഒന്നിൻ്റെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ദാവൂദ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മമതയ്ക്ക് വോട്ട് നൽകിയില്ല എങ്കിൽ മമത ചുമ്മാതിരിക്കുമോ എന്നാണ് ദാവൂദ് ഇവിടെ ചോദിച്ചത്. ദാവൂദിന് എന്ത് അർഹതയാണ് എന്നറിയില്ല. ജനാധിപത്യം എന്ന് ഘോരം വാദിക്കുകയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പാത പിന്തുടർന്നുകൊണ്ട് ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരാളാണ് ദാവൂദ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ കാര്യവും ദാവൂദ് ഇടയ്ക്കിടെ മമതയ്ക്കെതിരെ പറഞ്ഞ് ശബ്ദമുണ്ടാക്കിയതൊക്കെ. എന്തായാലും മമതയുടെ പദ്ധതിയും ഇതൊക്കെ തന്നെയാണ്. മമതയ്ക്ക് വോട്ട് ചെയ്യാത്ത ആൾക്കാർ ബംഗാളിലുണ്ടെങ്കിൽ അവർക്കെതിരെ ഈ മാഫിയകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് നേരിടുക. അത് മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതിയായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് അവിടെ വോട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ SIR വന്നതോടുകൂടി അവരിൽപ്പെട്ട 1 കോടിയിലധികം ആൾക്കാർ 1 കോടിയിലേറെ ആൾക്കാരാണ് തിരിച്ച് പശ്ചിമ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോയത്. അതൊക്കെ കൊണ്ട് മമതയുടെ വോട്ടിംഗ് ശതമാനം സാരമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അങ്കലാപ്പിലാണ്. അതോടൊപ്പം തന്നെ ഐപാക്കിൻ്റെ ഈ രീതിയിലുള്ള ഒരു കള്ളപ്പണ വിതരണവും കള്ളപ്പണം വെച്ചുകൊണ്ടുള്ള കളികളൊന്നും നടപ്പിലാക്കുവാനും ബംഗാളിൽ സാധിച്ചില്ല. അങ്ങനെ ബംഗാളിൽ ഏറെക്കുറെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മമതയെ അത് അങ്കലാപ്പിലാക്കിയിരുന്നു. മാഫിയകളെ ഉപയോഗിച്ചുകൊണ്ട് ഇത് നേരിടാമെന്ന് പദ്ധതിയിട്ടിരുന്നു. അതും ഇപ്പോൾ അജയ് പാൽ ശർമ്മ വന്നതോടുകൂടി നടപ്പിലാകാതെ പോകുന്ന ഒരു സാഹചര്യമാണ് പശ്ചിമ ബംഗാളിലുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.